ഒറ്റ മഴയിൽ തലസ്ഥാന നഗരം മാലിന്യത്തിൽ മുങ്ങി ചെളിക്കുണ്ടിൽ മുങ്ങി കിടക്കുന്ന സന്ദർഭത്തിലാണ് വി രാജേഷിന്റെ പൊടുന്നനെ വേറൊരു പോസ്റ്റ്. ഇതാ ലഹരി വേട്ട ഞാൻ നടത്തിയേ എന്ന തരത്തിൽ അദ്ദേഹം നിൽക്കുന്നു. കുറച്ച് ലഹരി പദാർത്ഥങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ട് നിൽക്കുകയാണ്. ലഹരി എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് കരുതി സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്നതുകൊണ്ട് മേയർ നേരെ ഇറങ്ങി തലസ്ഥാനത്തെ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തിയത്. പൊന്നേ, സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ അറിയുന്നത് പാവപ്പെട്ട നമ്മുടെ ഉള്ളിസുരയുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ്. പിടിച്ചത് മുഴുവൻ ഹാൻഡ്സ് 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 ഹാൻഡ്സ്. അതായത് ഉള്ളിസുര നിരന്തരം പോയി ഹാൻഡ്സ് വാങ്ങിക്കുന്ന ഇടമുണ്ട്. ആ ഒരു പാവപ്പെട്ട തട്ടുകടയിലിരുന്ന് ഹാൻഡ്സും ശംഭുവും കൂളും വിൽക്കുന്നതിനെ നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരിയാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും സ്കൂൾ പിള്ളേർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണോ ഇത്? അവരുപയോഗിക്കുന്ന കഞ്ചാവും വലിയ ലഹരിയുമാണ്. അത് പിടിക്കുന്നതിന് പകരം ഉള്ളിസുരയുടെ സ്വന്തം ഹാൻഡ്സ് സ്രോതസ്സിനെ പോയി പിടിച്ചതിന് ശേഷം 5-6 ഹെൽത്ത് സ്ക്വാഡിനെയും വിളിച്ച് മാപ്രകളെയും വിളിച്ചിട്ട് ഞാനിതാ ലഹരി വേട്ട നടത്തി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പൊളിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നാണം കെട്ട് നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേറൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് കണ്ടോ ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് കാണിക്കണം. തലസ്ഥാനത്ത് ഒറ്റ മഴയിൽ ഇത്രയും ദിവസം അടിച്ചുകൊണ്ട് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റി കടകൾക്കകത്തും സിറ്റിയിൽ താമസിക്കുന്നവരും വരുന്നവരും മുഴുവൻ അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോഴാണ് 4 ഹാൻഡ്സും 3 ശംഭുവും 2 കൂളും പിടിച്ചു വെച്ചിട്ട് ഞാനിതാ വമ്പൻ ലഹരിവേട്ട നടത്തിയെന്ന്. എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതോ ഒരു ചെറിയ പെട്ടിക്കട, അതായത് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദിക്കാരന്മാരൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഈ പിടിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നത്. ഇത് പലയിടത്തും കൊണ്ടുവന്നിട്ട് ഒരു കുടയും വെച്ച് വിൽക്കുന്ന പരിപാടിയാണ്. ഇതിനെന്തോ 400 പീസോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി അവന്മാരെ വിൽക്കുന്ന 2-3 പാൻപരാഗും പിടിച്ചതിന് ശേഷം ബംഗാളികൾ ചവയ്ക്കുന്ന സാധനവും പിടിച്ചു വെച്ചിട്ട് നാണം ഇല്ലേ മേയറെ ഇങ്ങനെയൊക്കെ ഷോ കാണിക്കാനായിട്ട്? വല്ല ഏതെങ്കിലും ലഹരി കച്ചവടം നടത്തണവൻ്റെ വീട്ടിലോ ഗോഡൌണിലോ പോയി കയറി ലഹരി എല്ലാം കൂടി അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ കേൾക്കാൻ അന്തസ്സുണ്ടായിരുന്നു. ഉള്ളിസുര ഇതിന്റെ ആളെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നല്ലേ നിങ്ങളെ സംശയം? അങ്ങ് ശബരിമലയെ പോയി നിന്ന് ഇങ്ങനെ ചുരുട്ടി ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റുന്ന ദൃശ്യം നിങ്ങൾ മറന്നോ? ദേ നോക്കിയേ. സ്വന്തം പാർട്ടിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീ ഹാൻഡ്സും പിടിച്ചിട്ട് ഞാൻ ലഹരി വേട്ട നടത്തിയെന്ന് പറയാൻ ചില്ലറ തൊലിക്കെട്ടി പോരാ. എന്തായാലും ഇമാതിരി ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഈ കുട്ടികൾ കടന്നു വരാൻ പോകുന്ന തലസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളും ചെളിയും കെട്ടി മാലിന്യവുമായിട്ട് കിടക്കുകയാണ്. അത് വൃത്തിയാക്കാതെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാനിതാ 4 ചൈനീയും സുരേന്ദ്രന്റെ ഹാൻഡ്സും പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു തമാശയും പരിഹാസമായിട്ട് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ഒരു 10 കിലോ കഞ്ചാവും പിടിച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഡയലോഗ് അടിച്ചാൽ കേൾക്കാൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ ഈ ലഹരികൾക്കല്ല അടിമയെന്ന് ആദ്യം മനസ്സിലാക്കൂ. ഇത് ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇതല്ല ഈ നാട്ടിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ലഹരി എന്ന് അറ്റ്ലീസ്റ്റ് മേയർ രാജേഷ് എങ്കിലും മനസ്സിലാക്കണം. ഇതിലൊന്നും രാജേഷ് വയ്ക്കുന്നതില്ലെങ്കിലും ഇത് വയ്ക്കുന്നത് പലതും BJP-ക്കാർ തന്നെയായിരിക്കും. മിക്കവാറും ആ കടയിലെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സും BJP-ക്കാരാകാനാണ് സാധ്യത. ആരെങ്കിലും ഒരാൾ കടം ചോദിച്ചിട്ട് കൊടുത്തു കാണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കാണും. അതിനുള്ള പ്രതികാരം വീട്ടിയതായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഹാൻഡ്സ് സുര ആരെന്ന് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും അപ്പോഴേ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഫോട്ടോ കാണിച്ചു തരുന്നുള്ള കാര്യം രാജേഷ് മറന്നു പോകരുതെന്ന് മാത്രമേ ഇമാതിരി നാടകം കളിക്കാൻ ഇറങ്ങുമ്പോൾ പറയാനുള്ളൂ.